ഗൈസ് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു കിടക്കാച്ചി മൈൻക്രാഫ്റ്റ് സീരീസിലോട്ടേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നൊരു ഹാർഡ് കോർ വേൾഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, ഇതൊരു സ്ലോ സീരീസാണ്. വലുതായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ഡ്രാഗനൊന്നും കൊല്ലില്ല. നമ്മൾ നല്ല പ്രിപ്പയർ ആയിട്ട് തന്നെ പോയി ഡ്രാഗനെ കൊല്ലുള്ളൂ. അപ്പം എന്തായാലും നമ്മുടെ വേൾഡിലത്തെ ഫസ്റ്റ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ആൻഡ് നമുക്ക് മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഡേർട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ വേൾഡിലത്തെ ഫസ്റ്റ് ബ്ലോക്ക്. ഇനി എന്തായാലും നമുക്ക് ബാക്കി മൈൻ ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ ഒരു ലീഫ് ഞാൻ എങ്ങനെ വയ്ക്കണോ അതോ പഴയതുപോലെ ആക്കണോ എന്നും കൂടി നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ലാഗ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതോ പണ്ടത്തെ പോലെ വയ്ക്കുന്നത് വേണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ഇങ്ങനെ വയ്ക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നും കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി എന്തായാലും കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. സ്പോണായ അടുത്ത് തന്നെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് കുറച്ച് കളക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇത് വെച്ച് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും മതി. ആൻഡ് ഈ ഒരു അപ്ഡേറ്റിനകത്ത് കോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ കോപ്പർ വെച്ച് മറ്റേ ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് ആർമറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ 1.21.8 10 കളിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ അകത്ത് ആ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഈ ഒരു ഭാഗത്തായിട്ട് അവിടെയൊട്ടേക്ക് കുറച്ചൊരു ലാൻഡ് പോലെ കാണുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് അയണോ കോപ്പറോ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു ഭാഗത്ത് ശരിക്കും കോപ്പറൊക്കെ ഉണ്ട്. അതാ കോപ്പർ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് കോപ്പർ ഉണ്ട്. ആൻഡ് അയൺ എവിടെയും കാണുന്നില്ല. സോ എന്തായാലും നമുക്ക് ഈ ഒരു കോപ്പർ എടുത്തിട്ട് നമുക്ക് മറ്റേ ആർമറും കാര്യങ്ങളൊക്കെ ഇത് വെച്ച് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കാം. ഇത് എവിടെയും കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും കൂടി നമുക്ക് മൈൻ ചെയ്യാം. അതത്ര മൈൻ ചെയ്തപ്പോൾ തന്നെ 53 കോപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു ചെറിയൊരു പ്ലെയിൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ചെറുതായി ചാടിയപ്പോഴേക്കും തന്നെ 1.5 ഹാർട്ടാണ് കേസ് പോയത്. ഇവിടെ ചെറിയൊരു ഐലൻഡ് പോലുള്ള സംഭവമാണ് തോന്നുന്നു ഇത്. നമുക്ക് വില്ലേജും കാര്യങ്ങളൊക്കെ കിട്ടുമോ നോക്കി നോക്കട്ടെ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഫ്രണ്ടിൽ പോയി നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നത് ചെറിയൊരു ഐലൻഡ് പോലുള്ളൊരു ഇതാണെന്ന്, ചുറ്റിനും കടലാണ് കാണുന്നത്. ആൻഡ് നമുക്ക് രാത്രിയാവുന്ന ഷീപ്പിനൊന്നും കാണുന്നില്ല. ഉച്ചയായി ഇപ്പം തന്നെ. നമുക്ക് ഇതുവരെയായിട്ടൊരു ഷീപ്പോ അല്ലെങ്കിൽ വേറെ മോബിനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതോ അവിടെയായിട്ട് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പോയിട്ട് കൊല്ലാം അതിനെ. ഈ കേവിക്കൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് ഗൈസ്. ആൻഡ് ലാഗ് ഉണ്ട്. നമുക്ക് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് ഒരു 2 ഇട്ടിരിക്കാം. അതെന്താണെന്നറിയില്ല, ചെറിയൊരു ലാഗ് വരുന്നുണ്ട്. നമുക്ക് പിഗ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒന്ന് ജസ്റ്റ് തല്ലിക്കൊല്ലാം. ഫുഡ് ആണെങ്കിൽ ഇതിനൊക്കെ തല്ലിക്കൊന്നാലേ പറ്റുള്ളൂ ഗൈസ്. വില്ലേജൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. വില്ലേജ് കിട്ടിയതാണെന്ന് വെച്ചാൽ ഹേബെയിൽസ് വെച്ചെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ട്. ചുറ്റിനും മരവും പിന്നെ കുറച്ച് വെള്ളം തന്നെ കണ്ടിട്ടുള്ളൂ. ഷീപ്പിനെ കിട്ടിയിട്ടില്ല. രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ് മിക്കവാറും വല്ല കുഴിയിൽ കടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെയായിട്ടൊരു ഷീപ്പിനെ കിട്ടിയിട്ടില്ല. ഓക്കെ, നമ്മളിത് ഇവിടെ ആയിട്ട് ചെറിയൊരു സ്ഥലത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കവുണ്ട്. ഇതിനൊക്കെ തന്നെ തല്ലിക്കൊല്ലാം. ഓക്കെ, അവനൊരെണ്ണം തന്ന് ഇവൻ. നമുക്കിത് ഷീപ്പിനെ കിട്ടിയിട്ടില്ല. ഇതെന്ത് ഷീപ്പ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് രാത്രിയൊക്കെ സുഖമായിട്ട് ബെഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്യായിരുന്നു. ഇപ്പോൾ ഷീപ്പിനെയും കാണാനില്ല. കുറച്ച് കവും മറ്റേ പിഗും തന്നെ ഉള്ളു. ഓക്കെ, അങ്ങോട്ടേക്കൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. ഈ പിഗിനെയും കൂടി ഒന്ന് തല്ലിക്കൊല്ലാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സ്മെൽറ്റ് ചെയ്യുക. കാരണം നമ്മുടെ ഹങ്കർ നന്നായി കുറഞ്ഞിരിക്കുന്നു. സോ നമ്മുടെ സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുഡ് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് ഇതുവരെ ഷീപ്പിനെയൊന്നും കിട്ടിയിട്ടില്ല. രാത്രി ആവാനായിട്ടുണ്ട്. മിക്കവാറും ഫസ്റ്റ് നൈറ്റ് നമുക്ക് കുഴിക്കകത്ത് തന്നെ കിടക്കണമെന്ന് തോന്നുന്നു. സോ ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ സ്ലാബില്ല. സ്ലാബ് ഇവിടെ വെച്ചിട്ട് ഓക്കെ വുഡ് എടുത്ത് ക്രാഫ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആർമർ സെറ്റാക്കണം. പിന്നെ ബേസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അത്ര തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോള്. സൂര്യൻ അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡൊന്ന് സ്മെൽറ്റ് ആവട്ടെ. നമുക്ക് ഷീപ്പിനെ കിട്ടുമോ നോക്കാം.
ഓക്കെ ഗൈസ്, ഇതുവരെയായിട്ട് നമ്മുടെ ഷീപ്പിനൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിനായിട്ടുണ്ട്. ഇത് രാത്രി ആവാനായിട്ടുണ്ട്. സോ ഫസ്റ്റ് നൈറ്റ് എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് കിടക്കണം എന്ന് ഉറപ്പാണ്. നമ്മൾ റെൻ്റൽ ഡിസ്റ്റൻസ് ഇത്തിരി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചെറിയൊരു ടെസ്റ്റർ ബാഗ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ വലിയ ലാഗൊന്നും ഇല്ലാത്തത്. പിന്നെ ഈ ഒരു ഫോണ്ടും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഈ ഒരു ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇനി എന്തായാലും നമ്മുടെ കോപ്പർ എടുത്തിട്ട് ഇതാക്കാം. കോപ്പർ ആർമർ തന്നെ നമുക്ക് സെറ്റാക്കാം. അയണും കാര്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. സോ കോപ്പർ വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, എന്തായാലും കോപ്പർ വെച്ചിട്ട് തന്നെ നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇത്ര നേരം ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു ഷീപ്പ് സ്പോണായിട്ടില്ല. എന്താ ചെയ്യുക? കുറേ നേരം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഇതുവരെയായിട്ടൊരു ഷീപ്പ് പോലും സ്പോണായിട്ടില്ല. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ ഇത് ഉണ്ടാക്കാം, സ്ലാബ്. സോ അതൊന്നും ഉണ്ടാക്കട്ടെ. സ്ലാബ് നമ്മുടെ മറ്റേ സ്ലാബ് തികയുണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടി സ്ലാബ് എന്തായാലും കയ്യിൽ വയ്ക്കുക. ഇവിടെ നൈറ്റും ആയിട്ടുണ്ട്. ഇതുവരെ ഷീപ്പിലൊന്നും കിട്ടിയിട്ടില്ല. സോ എന്തായാലും നമുക്ക് ഒരു കേവിൻ്റെ അകത്ത് കുഴിച്ചിരിക്കുക, കേവല്ല, ഒരു താഴോട്ടേക്ക് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാം, അതേ നടക്കുള്ളൂ. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, സോ നമ്മൾ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഒരു കുഴിക്കകത്ത് കുഴിച്ചിരിക്കാം. ഓക്കെ, നമ്മളിത് ഒരു കുഴിക്കകത്ത് കുഴിച്ചിട്ടുണ്ട്. വലിയ സെറ്റപ്പൊന്നുമില്ല. ഇവിടെ നിന്ന് ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തായാലും ഞാൻ രാവിലെ ആവുന്നത് വരെ ഇവിടെ നിൽക്കാം. സോ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം നമുക്ക്. ഇനി നമുക്കൊരു ഇതും കൂടി ഉണ്ടാക്കാം, ബൂട്ട്. ഓക്കെ, ബൂട്ടും കൂടി സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ഹെൽമെറ്റും കൂടി മതി. ഒരു ഹെൽമെറ്റ് കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ കോപ്പർ ആർമറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അയണ് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കോപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. കോപ്പർ വലിയ കുഴപ്പമില്ല, സ്കിന്നിനായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ എത്ര തരുമെന്ന് അറിയില്ല. സോ ഇനി എന്തായാലും ബാക്കി കോപ്പറും ഇവിടെ കിടന്ന് കുക്കാവട്ടെ. ഇതുവരെയായിട്ടും വലിയ മാറ്റമൊന്നുമില്ല. സോ കുറച്ചും കൂടി സ്ലാബ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്തുള്ള ഫ്യൂവലും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. എത്ര നേരമായിട്ടും നൈറ്റാണ്, ഇപ്പോഴും കണ്ടില്ലേ പുറത്ത് നല്ല നൈറ്റാണ്. ഇതുവരെയായിട്ടും വലിയ മാറ്റമൊന്നുമില്ല. സോ എന്തായാലും ഞാൻ രാവിലെ ആവട്ടെ, അതുവരേക്കും ഞാനിവിടെ നിൽക്കാം. ഏകദേശം രാവിലെ ആവാനായിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രനോടെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ ഫുള്ള് കോപ്പർ ടൂൾസിലോട്ടേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഡ്യൂറബിലിറ്റി വെച്ച് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. സ്റ്റോണും പിന്നെ നമ്മുടെ ഈ ഒരു കോപ്പറും സ്റ്റോണും കോപ്പറൊക്കെ ഒന്ന് തന്നെയാണ്. ഞാൻ എന്തായാലും ആർമർ ഉണ്ടാക്കി. ഇനി എന്തായാലും ടൂൾസും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത് സെറ്റാക്കിയത്. പിന്നെ ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ച് നമ്മുടെ ഏതാണ്ട് ഒരു സ്റ്റാക്ക് 54 സ്ലാബ് ഉണ്ടാക്കി അറിയാണ്ട്. ഇതിൻ്റെ ചെറിയൊരു മണ്ടത്തരമാണ്. പിന്നെ അതേ നമ്മുടെ രാവിലെ ആവാനായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ക്രീപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡീസ്പോണായി പോട്ടെ. നമ്മൾ 2-3 ക്രീപ്പറിൻ്റെ സൗണ്ട് കേട്ട്, ക്രീപ്പറിൻ്റെയും സ്കെൽട്ടൻ്റെയും. ഓക്കെ, ഇതേ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഇനി നേരെ നമുക്ക് മുകളിലോട്ടേക്ക് പോവാം. സോ ബിൽഡിംഗ് ആയിട്ട് ഡേർട്ടുണ്ട്. ഒറ്റയടിക്ക് മുകളിലോട്ടേക്ക് പോകാനും പറ്റില്ല, കാരണം ഇനി അവിടെ ക്രീപ്പർ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചാൽ വയ്യ. നമ്മുടെ ഹാർഡ് കോർ അപ്പം തന്നെ ഇവിടെ തീരുന്നതായിരിക്കും. സോ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ ജേണിയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും നമുക്ക് നമ്മൾ കുറേ ദൂരം പോകേണ്ടി വരും. ഇവിടെ ആയിട്ട് അതെന്താ ഡൗൺ അല്ലേ, ഇവിടെ ആയിട്ട് കുറച്ച് പിഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഫുഡിനുള്ളതായിട്ടുണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊല്ലാം. നമുക്ക് ഷീപ്പിന് കിട്ടിയിട്ടില്ല, 2 എണ്ണം കിട്ടി ഇതിന് മുമ്പ്. സോ അത് പക്ഷേ മൊത്തം ബ്രൗണും മറ്റേ ഗ്രേയും ആണ്. നമുക്ക് വെള്ള ഷീപ്പിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഒന്നില്ലെങ്കിൽ ഡൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെ ആയിട്ട് കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി എന്തായാലും നമുക്ക് കുറച്ച് ദൂരം കൂടി ഒന്ന് പോയി നോക്കാം. ഇന്ന് വില്ലേജ് കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ബേസ് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് നൈസ് സ്പോട്ട് കിട്ടിയാൽ മതി. ഗൈസ്, അവിടെ ആയിട്ട് കുറച്ച് ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് കൊല്ലാം. നമുക്കത് ഇവിടെ ഇഷ്ടം പോലെ ഷീപ്പ് ഇത്തിരി മുമ്പ് കിട്ടിയില്ല, ആകെപ്പാടെ 2 ഷീപ്പോ മറ്റേ കിട്ടിയിട്ടുള്ളൂ. സോ ഇവിടെ ആയിട്ട് കുറേ ഷീപ്പുണ്ട്.
എന്താ അടിക്കാൻ പറ്റുക, എൻ്റെ PvPയുടെ കുഴപ്പമാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, സോ ഇനി നമുക്ക് ഇത്ര മൂള് തന്നെ മതി. സോ നമുക്ക് ഇനി ഫുഡിന് വേണ്ടിയിട്ടുള്ള ഇത് കളക്ട് ചെയ്യാം. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് ഉള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള സംഭവം ആയിട്ടുണ്ട്. ഇനി ഇതവിടെ കുറച്ച് കവും കൂടി ഉണ്ട്. സോ അതിനും കൂടി ഒന്ന് ജസ്റ്റ് തല്ലിക്കൊല്ലാം. ഓക്കെ ഗൈസ്, ഞാൻ കുറേ നേരമായി കിടന്ന് കറങ്ങുന്നത്. നമ്മുടെ സ്പോൺ ആ ഭാഗത്താണ്. ഞാൻ കുറേ നേരം കൊണ്ട് കറങ്ങുന്നത്. ഇതുവരെയായിട്ട് വില്ലേജ് കാര്യങ്ങളും കിട്ടിയിട്ടില്ല. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ജസ്റ്റ് ടെമ്പററി ബേസും കാര്യങ്ങളും സെറ്റാക്കാം. ഇന്ന് ബേസ് സെറ്റാക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയും കടന്ന് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം നല്ല രീതിക്ക് പോകും. സോ ഇപ്പം തന്നെ നല്ലൊരു രീതിക്കുള്ള ടൈമും കാര്യങ്ങളും ആയിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് എന്തായാലും വീഡിയോ ഇടാൻ പറ്റില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിനി കുറച്ച് വുഡും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ട് ഒരു ബെഡും കൂടി സെറ്റാക്കാം. ഓക്കെ ഗൈസ്, ഒരു ബെഡും കൂടി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ ഇനി എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഈ ഒരു മട്ടനും കൂടി ഒന്ന് ജസ്റ്റ് നമുക്ക് എടുത്തേക്കാം. എന്തായാലും രണ്ടെണ്ണം നമ്മുടെ അടുത്തേക്ക് ഓടി വന്നതല്ലേ. ഓക്കെ ഗൈസ്, അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ എപ്പിസോഡ് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ഇനി എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റില്ല. ഇനി കുറേ നേരം കൊണ്ടിരുന്ന് റെക്കോർഡ് ചെയ്യുന്നു. സോ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബ്രേസ് വയ്ക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. I'm the king when I'm in the rain. Got my G when I'm in the vein. Gone pics on a middleman. Ain't nothing but a gold thing.